നന്നായി കുത്തി വരക്കാൻ അറിയുന്നവർ തീർച്ചയായും ഈ വീഡിയോ കാണുക. ഐബിസ് പെയിൻറ്റിലാണ് നമ്മൾ സ്ക്രിബിൾ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുക, ഗാലറി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഇമേജാണ് നിങ്ങൾ സ്ക്രിബിൾ ആർട്ട് ചെയ്യേണ്ടത്, ഏത് കുത്തി വരച്ച് കളിക്കേണ്ടത്, ആ ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു മെസ്സേജ് വരും. അപ്പോൾ ഈ മെസ്സേജിൽ ഓക്കെ കൊടുക്കുക. അതായത് നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വരുന്ന വിൻഡോയിൽ മിഡിൽ വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ കാണും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജിൻ്റെ ടെമ്പറേച്ചറും സാച്ചുറേഷനും അനുസരിച്ച് നിങ്ങൾ അത് വാല്യൂ ചേഞ്ച് നോക്കുക. ഒരുപാട് ഡാർക്ക് ആവാനും പാടില്ല, എന്നാൽ ഒരുപാട് വൈറ്റ് കളറായിട്ട് നിൽക്കാനും പാടില്ല. ആ രീതിയിൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. കാരണം ഞാൻ ഈ ഒരു ഇമേജിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഇമേജിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. എന്നിട്ട് ലെയറിൽ പോകുക. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ലെയറിൽ പോയിട്ട് എന്ത് ചെയ്യുക, 2 ലെയർ അഡീഷണൽ ആഡ് ചെയ്യുക. എന്നിട്ട് ചെയ്യേണ്ടത് ആ ഇമേജ് ഇരിക്കുന്നതിനെ ഹൈഡ് ചെയ്യുക, ഓഫ് ചെയ്യുക, ലെയർ ഓഫ് ചെയ്യുക. എന്നിട്ട് മറ്റൊരു ലെയർ ഓഫ് ചെയ്തിട്ട് ഒരു ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് ആ ലെയറിൽ പെയിൻറ്റിൽ പോയിട്ട് ബക്കറ്റ് ടൂൾ എടുക്കുക. ഫസ്റ്റ് നിങ്ങൾ കളർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ കളർ സെലക്ട് ചെയ്താൽ മതി. ബക്കറ്റ് ടൂൾ തന്നെ എന്ത് ചെയ്യുക, അതിന് ബ്ലാക്ക് കളർ കൊടുക്കുക. കാരണം ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷനാണ് ഇപ്പോൾ ചെയ്യുന്നത്. എന്നിട്ട് ആ ലെയർ ഡ്രാഗ് ചെയ്ത് എന്ത് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക. അതായത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആക്കിയിട്ട് കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ ലെയർ ഓഫ് ചെയ്യുക, ബാക്കി 2 ലെയർ ഓൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ ഉള്ള ലെയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, സ്ക്രിബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്ക്രിബിൾ ചെയ്യണമെങ്കിൽ ബ്രഷ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് ഏത് ബ്രഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രിബിളിങ് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏത് ബ്രഷും സെലക്ട് ചെയ്യുക. ഞാനിവിടെ സെലക്ട് ചെയ്യുന്ന ഡിപ്പ് പെൻ ഹാർഡ് എന്നുള്ള പെന്നാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് യൂസ് ചെയ്യുക. കഴിയുന്നതും കുറച്ച് ഹാർഡായിട്ടുള്ള ടൈപ്പ് ഏതെങ്കിലും യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് വൃത്തിയിൽ കിട്ടും. സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രിബിൾ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ സൂം ചെയ്യുക, ഡ്രോയിങ് സൂം ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക. ഞാനെടുത്ത ഡ്രോയിങ് റെസൊല്യൂഷൻ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലറായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ റെസൊല്യൂഷൻ കൂടിയ ഇമേജ് സെലക്ട് ചെയ്യാൻ നോക്കുക. ഇനി സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത്. അത് വൈറ്റ് കളർക്ക് ചേഞ്ച് ചെയ്യുക. കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനും വൈറ്റ് കളറിലാണ് സ്ക്രിബിൾ ചെയ്യേണ്ടത്. വൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഇപ്പോൾ തിക്നെസ് കൂടുതലാണ്, 2 പോയിൻറ്റ് സംതിങ് ഉണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, 1നും 1.5നും ഇടയിൽ കീപ്പ് ചെയ്യുക. അതും ഡിപ്പെൻഡിങ് നിങ്ങൾ ഇമേജിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക. 1 to 1.5 ഏതെങ്കിലും ഒരു വാല്യൂ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് കുത്തിവരയാണ്, സ്ക്രിബിളിങ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു പാറ്റേൺ ഉണ്ടോയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുത്തി വരച്ച് കളിക്കുക. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നന്നായി കുത്തി വരയ്ക്കാൻ അറിയുന്നവർക്ക് നന്നായി തന്നെ ഡ്രോയിങ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്ക്രിബിൾ ആർട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ നന്നായി സ്ക്രിബിൾ ചെയ്യുക. സ്കിന്ന് മൊത്തം, അതായത് ഫേസ് വരുന്ന ഏരിയയിൽ മൊത്തം എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. മാക്സിമം കുത്തി വരച്ച് കൊടുക്കുക. ഹെയറിൻ്റെ ഭാഗം വരുന്ന ഭാഗത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യരുത്, കടക്കരുത്. അവിടെ ഒഴിച്ചിട്ടിട്ട് വേണം ബാക്കി ഫേസിൻ്റെ ഭാഗം മൊത്തം നിങ്ങൾ എന്ത് ചെയ്യണം, സ്ക്രിബിൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ പുരികം വരുന്ന ഭാഗങ്ങൾ, പുരികം, മീശ, ഈ ഡാർക്ക് ഷെയ്ഡുകൾ വരുന്ന ഭാഗങ്ങൾ, അതായത് ഓവറായിട്ട് ഡാർക്ക് ഷെയ്ഡ് വരുന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കി കളയുക. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നന്നായിട്ട് സ്ക്രിബിൾ ചെയ്യുക. മാക്സിമം എങ്ങനെ സ്ക്രിബിൾ ചെയ്യുന്ന അത്രയും. എന്നാൽ ഒരുപാട് സ്ക്രിബിൾ ചെയ്യാനും പാടില്ല. ഒരു എംപ്റ്റി ഏരിയ അതിൻ്റെ ഇടയ്ക്കായിട്ട് കാണണം. അതാണ് അപ്പോൾ അതിൻ്റെ പെർഫെക്ഷനായിട്ട് കിട്ടുള്ളൂ. ഒരുപാട് സ്ക്രിബിൾ ചെയ്ത് കഴിഞ്ഞാലും ലുക്ക് ഉണ്ടാവില്ല കാണാൻ. അപ്പോൾ ആ രീതിയിൽ ചെയ്യാതെ കുറച്ചെല്ലാം ഗ്യാപ്പ് വിട്ടിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുക, സ്ക്രിബിൾ ചെയ്യുക. ഫേസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ പുരികം ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളും നെറ്റിയും ബാക്കി എല്ലാ ഏരിയയും ചെയ്യുക. എന്നിട്ട് സൈഡിലേക്ക് വന്നു, സൈഡിലേക്കുള്ള ഭാഗങ്ങളെല്ലാം സ്ക്രിബിൾ ചെയ്തു. ഈ മൂക്കൊക്കെ ചെയ്യുമ്പോഴേ, ഈ മൂക്കിൻ്റെ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ അവിടെ വൈറ്റ് കൂടിയ ഭാഗങ്ങളുണ്ടാവും. അപ്പോൾ അവിടെ കുറച്ച് ഡാർക്കായിട്ട് ചെയ്യുക. ഈ വൈറ്റ് കുറഞ്ഞ ഭാഗങ്ങൾ, അതായത് ഇങ്ങനെ ഗ്ലേസിങ് അല്ലെങ്കിൽ കുറച്ച് വൈറ്റ് കളർ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം കുറച്ചും കൂടെ സ്ക്രിബിളിങ് കൂടുതൽ കൊടുത്തിട്ട് ബാക്കിയുള്ള ഏരിയ കുറച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കണ്ണിൻ്റെ ഏരിയ ചെയ്യുമ്പോൾ അവിടെ ഡാർക്ക് സ്പോട്ട് വരുന്നുണ്ട്, കണ്ടോ, ആ ഡാർക്ക് ഏരിയ അവിടെ ചെയ്യാതിരിക്കുക. അതുപോലെ ഈ ചുളിവുകളെല്ലാം ലീവ് ചെയ്യുക, അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. എന്നാൽ മാത്രമാണ് പെർഫെക്റ്റായിട്ട് കിട്ടുള്ളൂ. കാരണം ഒരാളെ കണ്ണ്, വായ്, മൂക്ക് കാണുമ്പോഴാണ് നമ്മൾ ആളെ തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ചുളിവിൻ്റെ ഭാഗം ഞാൻ അങ്ങനെ വിട്ടിരിക്കുകയാണ്, ആ ഡാർക്ക് ഏരിയ. പിന്നെ കണ്ണ് ചെയ്യുമ്പോൾ കൃഷ്ണമണി ഒഴിച്ച് ബാക്കി വൈറ്റ് ഭാഗം എന്ത് ചെയ്യുക, വൈറ്റ് കളർ കൊടുക്കുക. ആ ഭാഗം അങ്ങനെ കൃഷ്ണമണി ബ്ലാക്ക് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. അതുപോലെ മുകളിലത്തെ ഭാഗങ്ങൾ ചെയ്യുമ്പോഴും ആ ചുളിവുള്ള ഭാഗങ്ങൾ അതുപോലെ ഞാനിപ്പോൾ ഈ ഇതിൽ കാണിച്ച പോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ കൂടുതൽ പെർഫെക്ഷൻ കിട്ടും. പിന്നെ ഇത് സ്ക്രിബിൾ ആർട്ട് ഒരുപാട് ചെയ്ത് പ്രാക്ടീസ് എടുക്കുമ്പോഴാണ് കുറച്ചെങ്കിലും നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുക. ഞാനിപ്പോൾ ഒരുപാട് ഡ്രോയിങ് വരച്ചപ്പോഴാണ് എനിക്ക് ഒരു നല്ലൊരു ഔട്ട്പുട്ട് പിന്നെയും കിട്ടിയത്. ഒരുപാട് ഇതിൽ മോശമായിട്ട് വരും. പക്ഷേ നിങ്ങൾ ചെയ്യുക, ഫ്രീ ടൈമിൽ അപ്ലൈ ചെയ്യുക. ഒരു 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്താൽ മതി. നല്ല സ്ക്രിബിൾ ആർട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പുരികത്തിൻ്റെ സൈഡിലും നെറ്റിലെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്ക്രിബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് സ്ക്രിബിൾ ചെയ്യുക. ഈ മുടി എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മുടിയുടെ ഭാഗം വരുമ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു കണ്ണ് ഇവിടെ ചെയ്ത പോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും നിങ്ങൾ ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ
ആ ഡാർക്ക് ഷെയ്ഡ് വരുന്നോട്ട് ചെയ്യാതെ ബാക്കിയുള്ള ഏരിയയിലെല്ലാം സ്ക്രിബിൾ ചെയ്യാം. ഇനി ഈ ചുണ്ട്, പല്ല് ആ വരുന്ന ഭാഗങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു ഔട്ട്ലൈൻ വരയ്ക്കുക ചുണ്ടിനെല്ലാം. എന്നിട്ട് അതിൻ്റെ അകത്ത് സ്ക്രിബിൾ ചെയ്യാൻ നോക്കുക. കാരണം അതൊക്കെ ഒരു മേജർ പോർഷൻസാണ്, നമ്മളെ ഐഡൻറ്റിറ്റി, അതായത് ഇങ്ങനെ ആളെ തിരിച്ചറിയാനുള്ള ഏരിയകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ചെയ്യുക. പല്ല് അതുപോലെ തന്നെ ഗ്യാപ്പുകൾ കൊടുക്കുക പല്ലിന്, അല്ലാതെ ഗ്യാപ്പ് കൊടുക്കാതെ ചെയ്യരുത്, ഗ്യാപ്പുകൾ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, സ്ക്രിബിൾ ചെയ്യുക. ബാക്കി സ്കിന്നായിട്ട് കാണുന്ന ഭാഗങ്ങളെല്ലാം, ഹെയർ ഇല്ലാത്ത ഭാഗങ്ങളെല്ലാം സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചുണ്ടിൻ്റെ ഇപ്പോൾ ഞാൻ സ്ക്രിബിൾ ചെയ്തതിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്യാപ്പ് വിടണം, എന്നാലാണ് അതൊരു ലിപ്പാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഫുള്ളായിട്ട് സ്ക്രിബിൾ ചെയ്ത് ഇപ്പോൾ ഏകദേശം ഫേസ് എല്ലാം കഴിഞ്ഞു. ഇനി ചെവിയുടെ ഭാഗം ചെയ്യുക. ചെവി നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് സ്ക്രിബിൾ ചെയ്യുക. ഫുള്ളായിട്ട് ചെയ്യരുത്. ജസ്റ്റ് സ്ക്രിബിൾ ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുത്തി വരാൻ തന്നെയാണ്. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ കുത്തി വരച്ചാൽ നല്ല ഡ്രോയിങ് നിങ്ങൾക്ക് കിട്ടും. അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ ഈ നെക്കിൻ്റെ ഭാഗം വരുമ്പോൾ അവിടെ കുറച്ച് വൈറ്റ് ഷെയ്ഡ് അധികം വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെ നിങ്ങൾ സ്ക്രിബിൾ ചെയ്യുക. ഇത് പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നുമില്ല സ്ക്രിബിൾ ചെയ്യാൻ കിട്ടുക, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്ക്രിബിൾ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഇനി പ്രത്യേകിച്ചൊരു പാറ്റേൺ ഒന്നുമില്ല. 6 പോലെ 8 പോലെയോ മാക്സിമം കുത്തി വരയ്ക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ മൊത്തം നിങ്ങൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷർട്ട് വരുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. കാരണം മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടില്ല, പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഷർട്ടിൻ്റെ ആ ഒരു ഔട്ടർ ഉണ്ടാവില്ല, ആ ഭാഗം ഒഴിവാക്കി വിടുക. ഇനി ജസ്റ്റ് ഞാൻ ഓണാക്കി നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ടൊവിനോ തോമസിൻ്റെ മുഖം ഓൾമോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ട ഫേസും നെക്കെല്ലായി. ഇനി നമുക്ക് ഹെയർ ചെയ്യണം. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ മുകളിലുള്ള മൂന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഹെയർ വരുമ്പോൾ. അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യണം, ഈ ഷർട്ടുകൾ ചെയ്യണം. അപ്പോൾ ഷർട്ടിൻ്റെ ഭാഗം, അപ്പോൾ നിങ്ങൾ ഇതിന് ഇമേജ് സെലക്ട് ചെയ്യുമ്പോഴേ ഡാർക്ക് കളർ ഷർട്ടുകളുടെ ഇമേജുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഒരിക്കലും വൈറ്റ് ഷർട്ടും എന്ന് ഇമേജ് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഔട്ടർ ലൈൻ കിട്ടില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഔട്ടർ പോകുന്ന ലൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഇതിന് വേണ്ടിയുള്ള പിക്ചർ സെലക്ട് ചെയ്യുമ്പോൾ എന്തായാലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് മാറ്റും. അപ്പോൾ വൈറ്റ് കളർ ഷർട്ടുള്ള പിക്ചറുകളൊന്നും സെലക്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ പിക്ചറാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഡാർക്ക് കളറിൽ ഏതെങ്കിലും ഷർട്ടുള്ള പിക്ചർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ, കുറച്ചും കൂടെ ഈസി ആയിരിക്കും, കുറച്ചും കൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്ലൈൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇവിടെ എല്ലാം സ്ക്രിബിൾ ചെയ്യുക, ഒന്നും നോക്കണ്ട, ഫുൾ സ്ക്രിബിളിങ്, ഫുൾ കുത്തി വരാം. പക്ഷെ അതിൻ്റെ ഔട്ട് ഞാൻ കണ്ടില്ല. ഔട്ടർ ഞാനൊരു രീതിയിലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം എനിക്കത് അറിയണം അവിടെ ഷർട്ട് വരുന്നുണ്ടെന്നുള്ളത് ഔട്ട്പുട്ടിലേക്ക് വരുമ്പോൾ കാണണം. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം മാത്രം അങ്ങനെ വിട്ട് കളയുന്നത്, ഫുള്ളായിട്ട് സ്ക്രിബിൾ ചെയ്യാതെ. അപ്പോൾ ഷർട്ടിൻ്റെ ഏരിയ മൊത്തം ക്ലിയറായി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീശ, താടി, മുടി ഇതെല്ലാം ഇങ്ങനെ സ്ക്രിബിൾ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ മുകളിൽ നിന്ന് മൂന്നാമത്തെ ബട്ടൺ അത് ക്ലിക്ക് ചെയ്യുക. മുകളിൽ നിന്ന് റൈറ്റ് സൈഡിൽ മൂന്നാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോഴ്സ് ഫെയ്ഡ് എന്നുണ്ടാവും, അത് ഓൺ ചെയ്യുക. എന്നിട്ട് എയർ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എയർ നിൽക്കുന്ന അതേ രൂപത്തിലേക്ക് കിട്ടും. അപ്പോൾ ആ ഡ്രോയിങ്ങിൽ എങ്ങനെയാണോ എയർ ഉള്ളത് അതുപോലെ തന്നെ കംപ്ലീറ്റ് വരയ്ക്കരുത്. അതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ അതിനും ഒരു ഗ്യാപ്പ് വിട്ട് കൊടുക്കണം. എന്നാലാണ് അതൊരു മുടി ഇല്ലെങ്കിൽ ഒരു നല്ല രീതിയിലേക്ക് ഔട്ട്പുട്ട് വരുള്ളൂ. കംപ്ലീറ്റ് ഡാർക്കാക്കി വരച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടു ബട്ടൺ മുകളിലുണ്ട്, അപ്പോൾ അതിന് അണ്ടു ചെയ്യുക, റീഡ്രോ ചെയ്യുക. അതിലൊന്നും വലിയ വിഷയമുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ മുടിയുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി എങ്ങനെയാണോ ആ ഡ്രോയിങ്ങിൽ ഇരിക്കുന്നത്, എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്ന ഫോട്ടോയിൽ ഇരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം മുടിയുടെ ആ രൂപമൊക്കെ നമ്മൾ ആ ഫേസിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഡ്രോയിങ്ങിലുള്ള അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ നമ്മൾ ഈ ഡ്രോ ചെയ്യുമ്പോൾ. ഡാർക്ക് ഷെയ്ഡ് വേണ്ടിടത്തൊക്കെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. എനിക്ക് മോശമായി തോന്നിയാൽ അപ്പം അണ്ടു ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ചെയ്ത് എനിക്കത് മോശമായി തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അണ്ടു ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്ത് നോക്കുക. വരച്ച് കഴിഞ്ഞതിന് ശേഷം ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഫർദർ മുന്നോട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, അണ്ടു ചെയ്തിട്ട് കളയുക, എന്നിട്ട് റീഡ്രോ ചെയ്യുക. അപ്പോൾ ആ ചെവിയുടെ ഭാഗങ്ങളും ബാക്കിൽ മുടി ഇറങ്ങിയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചെയ്യുക. പുരികം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, പുരികവും ചെയ്യുക. 2 പുരികങ്ങളും അതുപോലെ തന്നെ സെയിം ഇത് ടൂൾ ഉപയോഗിച്ചിട്ട് ചെയ്യുക. ഇതിൻ്റെ തിക്നെസ് വേണമെങ്കിൽ കുറക്കട്ടെ. ഞാനിപ്പോൾ ഇതിൽ കീപ്പ് ചെയ്തിട്ടുള്ളത് 1 തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് കുറക്കാം.
ഈ മീശയുടെ ഭാഗം അതുപോലെ തന്നെ ചെയ്യാം. ഞാൻ ആ മീശയുടെ ഭാഗം ചെയ്തതും മുകളിലത്തെ ഭാഗം തമ്മിൽ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ബ്ലാക്ക് ക്യാൻവാസിൽ വരുമ്പോഴേ നമ്മൾ ബ്ലാക്കല്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ കറക്റ്റ് കിട്ടണമെങ്കിൽ അങ്ങനെ വിട്ട് കൊടുക്കണം. ഇനി അതേപോലെ തന്നെ താടിയുടെ ഭാഗം ചുണ്ടിന് താഴെ അതിൻ്റെ ശേഷം താടി. ഇത് താടിയുള്ള ആളായാലും കൂളിംഗ് ഗ്ലാസ് വെച്ച ആളായാലൊക്കെ എന്ത് ചെയ്യുക, ഇത് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളുടെ ഐഡിയ ആണ്. ഇതിന് പ്രത്യേകിച്ചൊരു ഇതൊന്നും വേണ്ട. ജസ്റ്റ് കുത്തി വരക്കാൻ അറിഞ്ഞാൽ മതി. നമുക്കിത് സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, സ്ക്രിബിൾ ആർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ താടിയുടെ അറ്റം കാണാൻ വേണ്ടിയിട്ടാണ് ഈ അറ്റത്ത് വന്നിട്ട് ഞാൻ സ്ക്രിബിൾ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ അതിൻ്റെ എൻഡ് കാണാൻ പറ്റുള്ളൂ കറക്റ്റായിട്ട്. ഫുള്ളായിട്ട് സ്ക്രിബിൾ ചെയ്യുക. എല്ലാ ഏരിയ സ്ക്രിബിൾ ചെയ്തതിൻ്റെ ശേഷം ഞാൻ ഓണാക്കി നോക്കുക. ഇപ്പോൾ ഏകദേശം ടൊവിനോൻ്റെ രൂപം വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലെയറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ആ ലെയർ ഓൺ ചെയ്യുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലെയറിൽ ബാക്കിയുള്ള ലെയർ ഓഫ് ചെയ്ത് ഈ ഇമേജും ആ ലെയർ ഓൺ ചെയ്തതിന് ശേഷം കൂടുതൽ വൈറ്റ് കളർ വരുന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യുക, എന്നിട്ട് ഒന്നും കൂടെ സ്ക്രിബിൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ആ ലെയറിൽ തന്നെ ചെയ്യുക. ഈ വേറെ ലെയറായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ ഫസ്റ്റ് ചെയ്ത ലെയറിൽ തന്നെ കൂടുതൽ വൈറ്റായിട്ട് വരുന്ന ഭാഗങ്ങൾ കുറച്ചും കൂടെ സ്ക്രിബിൾ കൂടുതൽ കൊടുത്താൽ മതി. ഞാൻ വേറെ ലെയറൊക്കെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയൻ്റ് തോന്നുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഇപ്പോൾ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഒരു ഗ്ലൈസിങ് വരുന്നുണ്ട്, കുറച്ച് വൈറ്റായിട്ട് വരുന്നുണ്ട്. ആ ഏരിയയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. രണ്ട് കവിളിലെല്ലാം കുറച്ച് സ്ക്രിബിൾ ചെയ്യുക. അതായത് നോസിൻ്റെ മുകളിൽ അങ്ങനെ കുറച്ച് ഗ്ലോ ആയിട്ട് നിൽക്കുന്ന ഏരിയകളെല്ലാം എന്ത് ചെയ്യുക, വൈറ്റായിട്ട് നിൽക്കുന്ന ഏരിയയെല്ലാം ചെയ്തതിന് ശേഷം എല്ലാ ലെയർ ഓൺ ചെയ്തു. ഇപ്പോൾ കംപ്ലീറ്റ് ലെയർ ഓണാണ്, എല്ലാ ലെയർ ഓൺ ചെയ്തു. ഇനി എന്താ ചെയ്യാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഒരു ഫിനിഷിങ് വർക്ക്, അതായത് നിങ്ങൾക്ക് ഇമേജിന് നിങ്ങൾക്ക് തോന്നുന്ന വർക്ക് ഉണ്ടാവില്ല, പെർഫെക്ഷൻ, അതായത് അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഔട്ട്പുട്ട് ക്ലിയർ ആവുമെന്ന് തോന്നുന്ന രീതിയിൽ എന്ത് ചെയ്യുക, തോന്നുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലെയറും ഓണാണ്. അപ്പോൾ അതിൽ പുറത്തേക്ക് വരുന്നത് വൃത്തികേടാവാത്ത രീതിയിൽ എന്ത് ചെയ്യുക, പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. പുറത്തേക്ക് വരുന്ന ലൈനുകൾ ഇതിന് നിങ്ങൾക്ക് നേരത്തെ എയർ ചെയ്താൽ അതേപോലെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഫോഴ്സ് ഫീഡ് ഓഫ് ചെയ്തിട്ടും ചെയ്യാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. ഫോഴ്സ് ഫീഡ് ഓണാക്കി ചെയ്താലും കുഴപ്പമില്ല, ഓഫ് ചെയ്ത് ചെയ്താലും കുഴപ്പമില്ല. വൃത്തിയിടാവരുത്. അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട്, അതായത് അവിടെ നിന്ന് വന്നിട്ട് വേണം ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ആയ രൂപത്തിൽ കിട്ടണം. ഇങ്ങനെയൊന്നും ഇതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷെ ഇതുകൂടി ചെയ്യുമ്പോൾ കുറച്ചുകൊണ്ട് ഭംഗി ഉണ്ടാവുമെന്ന് മാത്രം കാണാൻ. എല്ലാ നേരത്തെ സ്റ്റേജ് വെച്ച് അവസാനിപ്പിക്കണം, അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഡ്രോയിങ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ ഇനി അപ്പുറത്ത് സ്റ്റെപ്പൊന്നുമില്ല. അപ്പോൾ ഇത് ഇതിൽ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം എക്സ്റ്റെൻഡുകൾ ചെയ്യുക, മാക്സിമം പുറത്തേക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ബ്രഷ് എടുത്തിട്ട് എന്ത് ചെയ്യുക, ബ്രഷിൽ പോയിൻ്റ് കൂട്ടി കൊടുക്കുക. നേരത്തെ 1 ആയിരുന്നു നമ്മൾ ചെയ്തത്, അത് 8 or 7 ആക്കി ഡിഫറെൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, ഓരോ നോഡ് കൊടുക്കുക. അതിൻ്റെ ലാസ്റ്റ് ഈ എക്സ്റ്റെൻഡായി പോകുന്ന ലൈനിൻ്റെ ലാസ്റ്റ് ഓരോ നോഡ് വെച്ച് കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഓരോ നോഡുകൾ വെച്ച് കൊടുക്കുക. പല ഡിഫറെൻറ്റ് സൈസിൽ വെച്ച് കൊടുക്കുക. 3, 4, 5, 6 നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക, വെച്ച് കൊടുക്കുക. ഓരോന്നിനും സെയിം വെച്ച് കൊടുക്കാതെ പല രീതിയിൽ വെച്ച്. അപ്പോൾ അവിടെ നിന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നാണ് ലൈൻ വന്നിട്ടുള്ളത്, എന്നിട്ടാണ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുക. കുറച്ച് ഡോട്ട്സും കാര്യങ്ങളൊക്കെ പുറത്ത് കൊടുക്കുക. ഇപ്പോൾ കംപ്ലീറ്റ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട് ഡ്രോയിങ്ങിൻ്റെ. ഇന്ന് എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിൽ ലാസ്റ്റ് കാണുന്ന ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് ഇമേജായിട്ട് സേവ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.